സോഷ്യൽ സയന്റിസ്റ്റ്, എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക എന്നീ മേഖലകളിൽ പ്രശസ്തയായ ഡോക്ടർ ജൂബി തോമസ് ആണ് ഇന്ന് ബിഗ് 40 ന്യൂസിനൊപ്പം ചേരുന്നത്. ഒരു പരിധി വരെ പറയാൻ പറ്റുന്ന ആകെയുള്ള ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് ആമസോൺ എന്ന് പറയുന്നത്. കുറേ നാളത്തെ ഫോൺ ഉപയോഗം വൈബ്രേഷൻ മോഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൻ ദ ഫോൺ ഈസ് നോട്ട് വൈബ്രേറ്റിംഗ് അവർ ബോഡി ക്യാൻ ഫീൽ ദ വൈബ്രേഷൻ. കാസർഗോഡുമായിട്ട് എനിക്ക് സ്നേഹബന്ധം മാത്രമാണുള്ളത്. നമ്മളൊക്കെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തത് മറ്റുള്ളവൻ്റെ മൊബൈൽ ഫോണിലോട്ട് ഒളിഞ്ഞു നോക്കിക്കൊണ്ടാണ്. ഇറ്റ്സ് ട്രൂ, ഞാൻ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തക എന്നതിലുപരി നല്ലൊരു എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയും കൂടിയാണ് ഡോക്ടർ ജൂബി തോമസ്. അപ്പോൾ പ്രവർത്തന മേഖലകളെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകയാണെന്ന് വിശ്വസിക്കുന്നില്ല. പരിസ്ഥിതിയെക്കുറിച്ച് എഴുതാറുണ്ട്. പിന്നെ ഇപ്പം ബാംഗ്ലൂർ ക്രിസ്തു ജയന്തി കോളേജിൽ ജേർണലിസം വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. ഒപ്പം 2 ന്യൂസ് പേപ്പറിലും ഒരു മാഗസിനിലും പരിസ്ഥിതി സംബന്ധമായ കോളങ്ങൾ എഴുതാറുണ്ട്. പിന്നെ സോഷ്യൽ സയൻസ് സംബന്ധിച്ചുള്ള പല റിസർച്ചുകളും ചെയ്തു വരുന്നുണ്ട്. പഠനമൊക്കെ എവിടെയായിരുന്നു? 12th വരെ ഞാൻ കേരളത്തിലാണ് പഠിച്ചത്. അതിനുശേഷം ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ മീഡിയ ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഷില്ലോങ്ങിലാണ് പഠിച്ചത്. MS ഇൻ കമ്മ്യൂണിക്കേഷൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, MPhil in Media Studies Christ University Bangalore, and recently I have finished my PhD from Mangalore University. കാസർഗോഡുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറയാം. കാസർഗോഡുമായിട്ട് എനിക്ക് സ്നേഹബന്ധം മാത്രമാണുള്ളത്. ഞാൻ പഠിപ്പിച്ച കുറേ നല്ല വിദ്യാർത്ഥികൾ കാസർഗോഡ് നിന്നുണ്ട്. അവരോടുള്ള സ്നേഹം, അവരുടെ മാതാപിതാക്കളോടും അവരുടെ നാട്ടുകാരോടുമുള്ള സ്നേഹം, ഇവിടുത്തെ മണ്ണിനോടും ഇവിടുത്തെ മനുഷ്യനോടുമുള്ള സ്നേഹമാണ് എനിക്ക് കാസർഗോഡുമായിട്ടുള്ളത്. ഇന്ന് ഞാൻ ഇവിടെ വരാനുള്ള സാഹചര്യം തന്നെ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് കേട്ടറിവുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. പ്രത്യേകിച്ച് കുറച്ച് നാളുകളായി പടർച്ചവ്യാധികൾ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ കാസർഗോഡ് സിറ്റിയിൽ തന്നെ ഞാൻ കേട്ടത് ചൂരി എന്ന ഒരു തോടിനെക്കുറിച്ചാണ്. ഞാൻ ആദ്യമായി ഇവിടുത്തെ കാസർഗോഡുള്ള കുറേ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ചൂരിയിലൊരു തോടില്ല എന്ന് പറഞ്ഞ വ്യക്തികൾ വരെയുണ്ട്. പക്ഷേ ഈ തോടിനെക്കുറിച്ച് ഞാൻ കേൾക്കാൻ ഇടയാവുകയും അത് കാണാനും അതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നോക്കാനും വേണ്ടിയായിട്ടാണ്. അത് ഒരു കാരണമാണ്. ഇപ്പം ഈ സിറ്റിയിലുള്ള ആരാണെങ്കിലും ചൂരി തോടിൻ്റെ അരികിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഒരുപാട് മാലിന്യങ്ങൾ ആ തോടിലൂടെ ഒഴുകുന്നതായി കാണാൻ പറ്റും. മൾട്ടിപ്പിൾ ലേയേഴ്സ് ഓഫ് വേസ്റ്റ്, ഗാർബേജ്. അത് പ്ലാസ്റ്റിക് ഉണ്ട്, ഫുഡ് വേസ്റ്റ് ഉണ്ട്, ഡയറക്റ്റ് ടോയ്ലറ്റ് വേസ്റ്റുകൾ കാണാൻ പറ്റും. പിന്നെ ഞാൻ കേട്ടതിനേക്കാൾ ഉപരിയായി ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത് ഒരുപാട് ഇലക്ട്രോണിക് വേസ്റ്റും ഈ പുഴയിലൂടെ ഒഴുകി വരുന്നത് കാണാം. ഇത് അടിയന്തരമായി ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഒരു പ്രശ്നമാണ്. കാരണം ഇവിടുത്തെ മനുഷ്യരോടും മണ്ണിനോടുമുള്ള സ്നേഹമാണ് ബാംഗ്ലൂരിൽ നിന്നും എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ എനിക്കറിയാം ഇവിടുത്തെ ഓരോ ചേട്ടന്മാരും ചേച്ചിമാരും ഓരോ അച്ഛന്മാരും അമ്മമാരും അവരുടെ മക്കളെ ഞാൻ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടാവും. അപ്പോൾ പകർച്ചവ്യാധികളിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഈ ഒരു ഇഷ്യൂ പഞ്ചായത്ത് ലെവലിലും മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ലെവലിലും അടിയന്തരമായി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പുഴ സംരക്ഷണം ഒരു വലിയ ഇഷ്യൂ ആണ് കാസർഗോഡ് ജില്ലയിൽ. ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻസ്, പുഴയുടെ തീരങ്ങളിൽ വീടുകൾക്ക് ബൗണ്ടറി വാൾസ് നിർമ്മിക്കുന്നതും ക്രോസിംഗ് പാസേജ് നിർമ്മിക്കുന്നതുമൊക്കെ ഒരുപാട് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് കാസർഗോഡിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതും ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ ഒരിക്കലും നമ്മളുടേതായ രീതിയിൽ മാത്രം ചിന്തിച്ചാൽ പോരാ, നമ്മുടെ അടുത്ത ജനറേഷൻ രീതിയിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അമിതമായി കുമിഞ്ഞുകൂടുന്നതുമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു.
നല്ല പച്ചപ്പുള്ള റോഡുകളാണ് നമ്മുടെ കാസർഗോഡിൻ്റെ ഇരുവശങ്ങളിലും കാണാനുള്ളത്. പക്ഷേ ആ പുല്ലിൻ്റെ ഏത് സൈഡിൽ നോക്കിയാലും മിനിമം 5 to 6 പ്ലാസ്റ്റിക് പീസസ് ഉണ്ട്. അത് ശരിക്കും വേദനാജനകമാണ്. ഓക്കെ, കാരണം പ്ലാസ്റ്റിക് മണ്ണിൽ അടിഞ്ഞു കഴിഞ്ഞാൽ 100 വർഷത്തോളം അതിലുപരി അത് ഡിഗ്രേഡ് ആവത്തില്ല എന്നാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. അതും സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ വാട്ടർ സ്രോതസ്സുകൾ ഭയങ്കരമായി പ്ലാസ്റ്റിക് മാലിന്യത്താൽ പൊല്യൂട്ടഡ് ആണെന്നാണ്. അപ്പം ഈ പ്ലാസ്റ്റിക്കാണ് വേറൊരു വലിയ പ്രശ്നം. ഇപ്പം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം എൻഡോസൾഫാനിൽ നിന്ന് നമ്മളൊക്കെ കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിൽ ഇങ്ങനെ കുറേ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. പിന്നെ വേറൊന്ന് മണൽ മാഫിയയാണ്. മണൽ വാരൽ നല്ലതല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതൊരു പരിധി വരെ ആവാം, ഓക്കെ. പക്ഷേ ചില പുഴകൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ആഴം വളരെ കൂടുതലായി അവിടെ മണൽ മാഫിയയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ശ്രദ്ധയിൽ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മധുവാഹിനി പുഴ എന്ന ഒരു പുഴയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ആ പുഴയുടെ തീരത്തായി ഒരുപാട് കുഴൽ കിണറുകൾ സ്ഥാപിക്കപ്പെടുന്നതായി നോട്ടീസ് ചെയ്തിട്ടുണ്ട്. കുഴൽ കിണറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്, കൃഷിക്ക് വേണ്ടിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് തെങ്ങും കമുകും ആണ് അവിടുത്തെ പ്രധാന കൃഷികൾ. പക്ഷേ നമ്മൾ ഒരുപാട് കുഴൽ കിണറുകൾ സ്ഥാപിക്കുമ്പോൾ അതിൽ കുറേ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അത് ഔദ്യോഗികമായി പറയാനുള്ള ഒരു സ്ഥാനമൊന്നും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിലും, ഒരു കാർഷിക കുടുംബത്തിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ നിലയിലും എനിക്ക് പറയാനുള്ളത് അണ്ടർഗ്രൗണ്ട് വാട്ടർ സ്രോതസ്സുകൾ നമ്മൾ ദുരുപയോഗം ചെയ്ത് കഴിയുമ്പോഴാണ്, അതായത് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുമ്പോഴാണ് ഈ നമ്മുടെ ടോപ്പ് ലെവൽ വാട്ടർ സോഴ്സസിനെ അത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ സംസ്ഥാനത്ത്, ഇന്ത്യയിൽ തന്നെ പ്രോപ്പർ അണ്ടർഗ്രൗണ്ട് വാട്ടർ മാനേജ്മെൻറ്റ് പോളിസീസ് ഇല്ലാതായിട്ടുണ്ട്. ഓക്കെ, അത് ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങൾ അതേക്കുറിച്ച് അവെയറല്ല. ഇപ്പം കേരളത്തിൻ്റെ തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ പോളിസീസിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എനിക്കതിൻ്റെ ഡേറ്റകൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം പോളിസീസ് ഉണ്ടാവാം, ഓക്കെ, പക്ഷേ ആ പോളിസീസൊക്കെ നല്ലവണ്ണം ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായ ദുരന്തങ്ങൾ നമ്മൾ ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ അനുഭവിക്കേണ്ടി വരും. അപ്പം ഈ ഒരു സ്നേഹബന്ധമാണ് എന്നെ ഇന്ന് കാസർഗോഡ് എത്തിച്ചത്. കേരളത്തിൻ്റെ പാരിസ്ഥിതികാവസ്ഥയെക്കുറിച്ച് ഒന്ന് പറയാം. കേരളത്തിൻ്റെ പാരിസ്ഥിതികാവസ്ഥയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കാർഷിക അവസ്ഥയെക്കുറിച്ചിട്ടാണ്. കൃഷിഭൂമി കർഷകന് അന്യമാക്കപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അത് നമ്മൾ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പം കേരളത്തിലെ കൃഷിഭൂമിയുടെ അളവ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കൃഷിഭൂമികൾ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കയ്യിലും ക്വാറികളുടെ കയ്യിൽ, അതായത് പാറമടകളുടെ കൈകളിലും ഓൾറെഡി എത്തപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, കർഷകൻ പോലും കൃഷിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പല ഘടകങ്ങളും അതിന് പിന്നിലുണ്ട്. പക്ഷേ ഒരുപാട് കർഷകർ കൃഷിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പം കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നുണ്ട്. ഇത് മുന്നോട്ട് നോക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഫിയർ എന്ന് പറയുന്നത് ഇനി കൃഷിയും കോർപ്പറേറ്റൈസേഷനായി മാറ്റപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ദുരന്തം തന്നെ ആയിരിക്കും. ഭൂമി ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ ഭൂമിയും നമ്മുടെ കൃഷിയിടങ്ങളും കൃഷിയെയും സംരക്ഷിക്കുക അത്യാവശ്യമാണ്. അതിന് വേണ്ടുന്ന പോളിസികൾ വരണം, അതിന് വേണ്ടുന്ന സപ്പോർട്ട് കർഷകർക്ക് ചെയ്തു കൊടുക്കണം. ഇപ്പോൾ കാർഷിക വിളകൾക്കൊക്കെ ഒരുപാട് വില കുറവുണ്ട്. ഇപ്പം കോട്ടയം ഭാഗത്തോട്ടൊക്കെ നോക്കുവാണെങ്കിൽ റബ്ബർ കൃഷികളിൽ നിന്നും ഒരുപാട് ആൾക്കാർ മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കാസർഗോഡിൻ്റേതായ പല പ്രശ്നങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ പറ്റും.
പക്ഷെ പാറമടകൾ ഒരു വലിയ പ്രശ്നമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചില പഞ്ചായത്തുകളിൽ 13 പാറമടകൾ ഒക്കെ എന്ന് പറയുന്നത് റിയലി ഷോക്കിംഗ് ആണ്. ഓക്കെ, ഇവിടുത്തെ യുവജനതയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കണ്ടേ? നമ്മുടെ മണ്ണിനെ സൂക്ഷിച്ചാലല്ലേ നമുക്ക് അടുത്ത ജനറേഷന് വേണ്ടി എന്തെങ്കിലും കരുതി കൊടുക്കാൻ പറ്റൂ. ലോകത്തിൻ്റെ ഓക്സിജൻ എന്നറിയപ്പെടുന്ന ആമസോൺ കാടുകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതിന് പിന്നിൽ സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് പരിസ്ഥിതിയെ ബാധിക്കുന്നത്? ഇറ്റ്സ് ട്രൂ. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു പരിധി വരെ പറയാൻ പറ്റുന്ന ആകെയുള്ള ഒരു എവർഗ്രീൻ ഫോറസ്റ്റാണ് ആമസോൺ എന്ന് പറയുന്നത്. ആമസോണിലെ ഈ തീപിടുത്തം കൊണ്ട് കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ പലപ്പോഴും പല ഫോറസ്റ്റുകളും കത്തിക്കാറുണ്ട്. അതൊരു പരിധി വരെ എല്ലാവരും അക്സെപ്റ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആമസോൺ കാടിലെ ഈ തീപിടുത്തത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് ഓക്സിജൻ്റെ അളവ് ഒരുപാട് കുറയ്ക്കും. അത് സൗത്ത് അമേരിക്ക മാത്രമല്ല, അത് മൊത്തം ഗ്ലോബലി തന്നെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. അത് വേറൊരു വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ്. ഇതെല്ലാം ഉപരി ഇറ്റ് വിൽ ആക്സിലറേറ്റ് ഗ്ലോബൽ വാർമിംഗ്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും അതിനെ ഉറ്റുനോക്കുന്നത്. ഇനി അതിൻ്റെ ഒരു ഔദ്യോഗികപരമായി പറയാനുള്ള ഒരു നോളജൊന്നും എനിക്കില്ല. പക്ഷേ വായിച്ചുള്ള അറിവിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കൃഷിക്ക് വേണ്ടി നടത്തപ്പെട്ടിരുന്ന ഈ ഒരു തീ കത്തിക്കൽ അത് ഒരു കോർപ്പറേറ്റ് മാഫിയൻ്റെ ഒരു പ്രവർത്തനം കൂടി അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളതായിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. അതിനെ അവിടുത്തെ ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുമാണ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്ക് ഇലക്ട്രോണിക് യൂസേജ് ഒരിക്കലും കുറയ്ക്കാൻ സാധിക്കില്ല. പക്ഷേ ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും? ഇലക്ട്രോണിക് വേസ്റ്റ് മാനേജ്മെൻറ്റിന് നല്ല എഫിഷ്യൻ്റായ പോളിസീസാണ് കൊണ്ടുവരേണ്ടത്. റിസർച്ചേഴ്സ് മസ്റ്റ് കണ്ടക്ട് സെവറൽ ഗുഡ് റിസർച്ചസ് ആൻഡ് പ്രൊപ്പോസ് ഗുഡ് പോളിസീസ് ആൻഡ് മെക്കാനിസംസ് ടു ഡിസ്പോസ് ഈ വേസ്റ്റ്. അതൊരു വലിയ ക്രൈസിസ് തന്നെയാണ്, ഒരു എൻവയൺമെൻറ്റൽ പ്രോബ്ലം തന്നെയാണ്. ഇപ്പം ചില മെട്രോപൊളിറ്റൻ സിറ്റികളിൽ, അതായത് ബാംഗ്ലൂരിലൊക്കെയുള്ള പോലെ സിറ്റികളിലൊക്കെ നോക്കുകയാണെങ്കിൽ, അവിടെ ബാംഗ്ലൂർ 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗവേണൻസ് സെൻറ്റേഴ്സ് ഉണ്ട്. ആ സെൻറ്ററിലേക്ക് ഓരോ ബോക്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് അവരുടെ സ്വന്തം ഈ വേസ്റ്റ് കൊണ്ടുപോയി അതിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഓക്കെ, അതിപ്പം ആ ഒരു കൺസെപ്റ്റ് കേരളത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്കത് മച്ച് മോർ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. All what the state government should do is that place a disposable or place a dustbin in all our Akshaya centers. We have a very good local kiosk network in Kerala. ഒരുപാട് അക്ഷയ സെൻറ്ററുകളിൽ ഓൾമോസ്റ്റ് എല്ലാ പഞ്ചായത്തിലും തന്നെ നമുക്ക് അക്ഷയ സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ ഒരു കളക്ഷൻ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് അതിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടും. ഓക്കെ, പിന്നീട് സർക്കാർ ഇത് ഏതെങ്കിലും ഒരു വലിയ ഏജൻസിക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ഈ കളക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അവർ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ് വഴി അത് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഈസിലി സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായി പോകുന്ന യുവത്വത്തെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫൈൻഡിങ്സ് എന്താണ്? സോഷ്യൽ മീഡിയ അഡിക്ഷനെ കുറിച്ച് ചോദിക്കുമ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അത് നമ്മുടെ യുവജനതയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അവരെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് ഞാൻ ഒരിക്കലും എൻ്റെ സ്റ്റുഡൻസിനെ കുറ്റം പറയില്ല. ഓക്കെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ എങ്ങനെയാണ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്തത് നമ്മുടെ ലൈഫിൽ. നമുക്കൊന്നും ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് ആരും തന്നിട്ടില്ല. ശരിക്കും ഞങ്ങൾ കോട്ടയംകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തത് മറ്റുള്ളവൻ്റെ മൊബൈൽ ഫോണിലോട്ട് ഉണിഞ്ഞു നോക്കിക്കൊണ്ടാണ്. ശരിക്കും അങ്ങനെയല്ലേ? നമ്മൾ ഒളിഞ്ഞു നോക്കി പഠിക്കുന്ന ഒരു കാര്യത്തിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അതിൻ്റേതായ നെഗറ്റീവ് സൈഡ്സും ഉണ്ടാവും. ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് മജോറിറ്റി ഓഫ് ദി ഇന്ത്യൻ യൂത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. നിങ്ങൾ യൂത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സർക്കാരിനെ കുറിച്ചും പറയാനുണ്ട്. ഓക്കെ, സോ ഞാൻ എൻ്റെ PhD എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് ഗവേണൻസ് പ്രോജക്റ്റിനെ കുറിച്ചാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്.
അപ്പോൾ എൻ്റെ ആ പഠനകാലത്ത് ഞാൻ മനസ്സിലാക്കിയൊരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും എല്ലാവരും NIC എന്ന് പറഞ്ഞ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്റർ ഡെവലപ്പ് ചെയ്യുകയും ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് കുറേ നെറ്റ്വർക്ക്ഡ് ഗവേണൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമായി അവർ ചെയ്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ഗവൺമെൻറ്റിൻ്റെ ഇമെയിൽ ID സപ്ലൈ ചെയ്യുക എന്നാണ് ചെയ്തത്. ഓക്കെ, ഇന്ന് നിങ്ങൾ കേരളത്തിലൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയോ, മാക്സിമം ഗവൺമെൻറ് ഓഫീഷ്യൽസ് വുഡ് ബി യൂസിങ് Gmail അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൈവറ്റ് ഇമെയിൽ ID ആയിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ ഡേറ്റ ഒരു പ്രൈവറ്റ് ഫേമിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വഴി ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റേതായ ആപത്തും വിപത്തുമുണ്ട്. എന്തിനാണ് സർക്കാർ ഇത്രയും പൈസ മുടക്കി NIC രൂപീകരിച്ചതും NICയിലൂടെ ഈ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അത്ര വിഷമം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ലെവൽ തുടങ്ങി ഈ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളൊരു അത്യാവശ്യമാണ്. ഓക്കെ, നമ്മളുടെ ഡേറ്റ ഒരു ഫോറിൻ സെർച്ച് എഞ്ചിൻ വഴിയോ അങ്ങനത്തെ ഒരു ഫോറിൻ ആപ്ലിക്കേഷൻസ് വഴിയോ ഷെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റോറേജ് ഈ ഫോറിൻ സെർച്ച് എഞ്ചിനിലും അങ്ങനത്തെ സ്ഥലങ്ങളിലും ഉണ്ടാവും. ഇനി കമ്മിങ് ടു സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ സയൻറ്റിഫിക്കലി ഇറ്റ് ഈസ് ബീൻ ഐഡൻറ്റിഫൈഡ് കുറേ സൈക്കോളജിക്കലും ഫിസിക്കൽ പ്രോബ്ലംസും സോഷ്യൽ മീഡിയ ഉപയോഗം കൊണ്ട് ഉണ്ടാവാം. അതുകൊണ്ട് സോഷ്യൽ മീഡിയ മോശമാണെന്ന് ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പറയില്ല. അതൊരു നല്ല ടൂള് തന്നെയാണ്. ഞാൻ ക്ലാസ് റൂമിലൊക്കെ പറയുന്നൊരു എക്സാമ്പിളുണ്ട്. അവർ ഇൻ്റർനെറ്റ് ഈസ് ലൈക്ക് എ ഗൺ, ഇറ്റ്സ് എ ടൂൾ ഇൻ ആ ഹാൻഡ്. എൻ്റെ കയ്യിലൊരു ഗണ്ണുള്ളപ്പം അത് എന്തിനുപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ സോഷ്യൽ മീഡിയ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. സോ ഓൾ വാട്ട് വി നീഡ് ടു ഡു ഈസ് ദാറ്റ് നമ്മൾ കുറേ അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ടാക്കണം. ഓക്കെ, സോഷ്യൽ മീഡിയ ഇപ്പം ഈ പ്രോഗ്രാം തന്നെ ഒരു അവയർനെസ് പ്രോഗ്രാമായി ഒരു പക്ഷേ മാറാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സൈക്കോളജിക്കൽ പ്രോബ്ലംസാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരാൻ സാഹചര്യമുള്ള, അതായത് സ്റ്റഡികൾ ഇന്ത്യയിൽ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ആയിട്ടുള്ള ചില സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒന്ന് ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രം എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അത് ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്ക് ഒരു കുറേ നാളത്തെ ഫോൺ ഉപയോഗം വൈബ്രേഷൻ മോഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൻ ദ ഫോൺ ഈസ് നോട്ട് വൈബ്രേറ്റിംഗ് അവർ ബോഡി ക്യാൻ ഫീൽ ദ വൈബ്രേഷൻ. അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരുപാട് ഉള്ളൊരു സംഭവം ഇന്ത്യയിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് തുടക്കത്തിൽ ചിലപ്പോൾ 1-2 തവണയായിരിക്കും തോന്നുന്നത്, പക്ഷേ അത് കൂടുതൽ ഫ്രീക്വൻസി ഫീൽ ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം കൂടാൻ വഴിയുണ്ട്. ഓക്കെ, അത് എത്ര തവണ തോന്നണം എന്നുള്ള ഒരു ഇത് കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് റിങ്സൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു പ്രോബ്ലമാണ്. റിങ്സൈറ്റി എന്ന് പറഞ്ഞാൽ വൈബ്രേഷന് പകരം when your phone is not ringing you tend to feel it is ringing. ഓക്കെ, അത് പല കാരണങ്ങൾ കൊണ്ടും ആ തോന്നലുകൾ വരാം. അതും ഒരു എക്സസീവ് യൂസേജ് കൊണ്ടുണ്ടാവാവുന്ന ഒരു പ്രോബബിലിറ്റിയാണ്. മൂന്നാമത്തത് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടക്കണോ എന്നാണ്. ഹിറ്റ്ലർ ഒരു നാർസിസ്റ്റ് ആയിരുന്നു, കറക്റ്റ്. ഹിറ്റ്ലറിനെ എത്ര പേർക്ക് ഇഷ്ടമുണ്ടോ? മൂക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വരാൻ ഒരു ഹൈ പ്രോബബിലിറ്റി ഉണ്ട്. അതായത് ചില സ്റ്റഡികൾ, എൻ്റെ തന്നെ ഒരു സ്റ്റഡിയിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ യൂത്ത് സോഷ്യൽ മീഡിയയിൽ മെയിൻലി ഉപയോഗിക്കുന്നത് ലൈക്ക് മീ, ഹയർ മീ അങ്ങനത്തെ ഓരോ ആറ്റിറ്റ്യൂഡ് കൂടിയാണ്. ചില കുഞ്ഞുങ്ങൾ ഒരു ഫോട്ടോഗ്രാഫ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ 30 തുടങ്ങി 40 തവണ വരെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനും മറ്റ് ആപ്ലിക്കേഷനും തുറന്നു നോക്കും എത്ര പേര് അതിൽ ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന്. അതൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ സിംറ്റംസാണ്. അതങ്ങനെ പല ഡിഗ്രിയിലേക്ക് വരാം. ഓക്കെ, അപ്പം അധ്യാപകരും മറ്റുള്ളവരും ഇതേക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, പിന്നെ ഇതാണ്. പിന്നെ ഒബേസിറ്റി. പണ്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വീഡിയോ ഗെയിമാണ് ഒരു വലിയ ട്രെൻഡായി വരുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോണിൽ എല്ലാത്തരം എൻ്റർടൈൻമെൻറ്റുകളും ഉള്ളത് കൊണ്ട്
ഞാനും നിങ്ങളും നമ്മുടെ സ്റ്റുഡൻസും ഒക്കെ യൂത്തും എല്ലാവരും ഫോണിൽ കുറച്ചും കൂടി ഇൻട്രൂഡ് ആവുന്ന ഒരു പ്രവണത നമുക്ക് വരുന്നുണ്ട്. നാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കകത്തും പുറത്തും ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ നമ്മുടെ ഒരുപാട് മേഖലകളിലേക്ക് സ്ത്രീകൾക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു വിമുഖത കാണുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അത്തരം പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നത്? ശരിക്കും ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇറ്റ്സ് ട്രൂ. ഞാൻ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ സേഫായ ഒരു കൺട്രിയാണ് ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ വളരെ സേഫായി ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ചെയ്യുന്ന ചില ടിപ്പുകൾ ചിലപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ, ഒന്ന്, ഞാൻ ആരെയെങ്കിലും ഇൻഫോം ചെയ്യാതെ ഓരോ സ്ഥലത്തും പോകാറില്ല. ഐ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് വെയർ ഐ ആം ഗോയിങ്, വെയർ ഐ വിൽ ബി സ്റ്റേയിങ്. അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഞാൻ കൊടുത്തിട്ടേ യാത്ര ചെയ്യാറുള്ളൂ. ഓക്കെ. പിന്നെ ഞാൻ രാത്രിയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വെഹിക്കിളിൻ്റെ നമ്പറും ഡ്രൈവറുടെ പടവും ഞാൻ ഏത് സ്ഥലത്ത് യാത്ര ചെയ്യുന്ന ആരുമായിട്ടാണോ കോണ്ടാക്റ്റിലുള്ളത് അവരെ ഇൻഫോം ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു രണ്ടാമത്തെ സേഫ്റ്റി എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. മൂന്നാമത്തത്, ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നെങ്കിൽ ജേർണലിസ്റ്റുകളോ അല്ലെങ്കിൽ അധ്യാപകരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലുമായിട്ട് ടച്ചിലുണ്ടാവും. ഓക്കെ. So I get in touch with someone. Even I try to collect police department numbers. So in case of emergency, ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. എങ്കിൽ പോലും ഞാൻ റിസ്ക് എടുക്കാറില്ല, കളക്ട് ചെയ്തിട്ടേ പോകാറുള്ളൂ. ഇതിലൊക്കെ ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പപ്പ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ എന്നും പ്രാവർത്തികമാക്കുന്നുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ പപ്പ പറയുമായിരുന്നു, ഒരിക്കലും വഴിയിൽ നിൽക്കുന്ന ആളോട് നമ്മൾ വഴി ചോദിക്കാൻ പാടില്ല, അതൊരു പക്ഷേ വഴിപോക്കനാവും. അതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും ഒരു ഡിറക്ഷൻ ചോദിക്കുവാണെങ്കിൽ ഒരു കടയ്ക്കുള്ളിൽ കയറി കടയുടെ ഓണറോട് ചോദിക്കണം. കാരണം അയാൾ അവിടെ ബിസിനസ് ചെയ്യുന്ന കുറേ വർഷങ്ങളായി എക്സ്പീരിയൻസ് ഉണ്ടാകും, കൃത്യമായി വഴി പറഞ്ഞു തരും. സോ ഇങ്ങനത്തെ ചില സേഫ്റ്റി മാർഗങ്ങൾ ഞാൻ സ്വീകരിക്കാറുണ്ട്. അത് വളരെയധികം എനിക്ക് ഉപകാരപ്രദമാക്കാറുമുണ്ട്. പിന്നെ ശരിക്കും സത്യസന്ധമായി പറയുകയാണെങ്കിൽ, ഇങ്ങനെയൊരു ഭയം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഗോസിപ്പുകൾ മുഖേന ഉണ്ടാവുന്നൊരു ഭയമാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ നാൾ ഡൽഹിയിൽ ഇറങ്ങി യാത്ര ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ഡൽഹി സേഫല്ല എന്നൊരു കൺവെർസേഷൻ, അതായത് ഗോസിപ്പ് നടക്കും. അതേസമയം ഞാൻ എൻ്റെ കുട്ടികളെയും കൊണ്ട് ഡൽഹി ടൂറ് പോയിട്ടുണ്ട്. ചിലപ്പോൾ 3 ദിവസത്തെ ടൂറൊക്കെ പോകുമ്പോൾ 9:30, 10:30, 11:30 ആയിരിക്കും നമ്മൾ മെട്രോ ട്രെയിനൊക്കെ പിടിച്ച് എത്തുന്നത്. അപ്പോഴൊക്കെ നമ്മൾ സേഫായിട്ട് തന്നെയാണ് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പരിധി വരെ ഗോസിപ്പായിരിക്കാം കുറേ സ്ത്രീകളെ ഇതിൽ നിന്ന് പിന്തിരിക്കുന്നത്. പക്ഷേ ഇത്രയും വർഷത്തെ എൻ്റെ യാത്രക്കിടയിൽ ഒരു നെഗറ്റീവ് അനുഭവം എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ, ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യം വളരെ സേഫായ ഒരു രാജ്യമാണ്. ഈ മേഖലകളിലായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ കുടുംബത്തിനെയും വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനെയും സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ശരിക്കും എന്നെ ഞാനാക്കിയത് അവരൊക്കെ തന്നെയാണ്. ഓക്കെ. കുടുംബത്തിൻ്റെ സപ്പോർട്ടെന്ന് പറയുമ്പം സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സപ്പോർട്ട് അവരെനിക്ക് തന്നിരിക്കുന്നത്. സോ ഞാനൊരു വഴിക്ക് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും, ചില ദിവസങ്ങളിൽ, ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം എനിക്കൊരു ടോക്ക് കൊടുക്കാൻ വേണ്ടി മംഗലാപുരം പോകണമായിരുന്നു. രാവിലെ 4 മണിക്കായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. എൻ്റെ വീട്ടിൽ നിന്നാണ് വിളിച്ചെണീപ്പിക്കുന്നത്, ഇറങ്ങുന്നില്ലേ, എണീക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അങ്ങനത്തെ ഒരു വലിയ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥാപനം, 3 ദിവസമായി ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റ് ചെയ്തു. കാസർഗോഡ് വന്ന് ഇവിടുത്തെ ഈ 3 ദിവസവും അവിടുന്ന് മാറി നിൽക്കാനായിട്ട് ഒരു മടിയുമില്ലാതെ എന്നെ അയക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നത്. അതായത് ക്രിസ്തു ജയന്തി കോളേജ്, ബാംഗ്ലൂർ. ഞാൻ എഴുതുന്ന ഓരോ ആർട്ടിക്കിളും
ആ കോളേജിൻ്റെ ഫേസ്ബുക്ക് പേജസിലും സോഷ്യൽ മീഡിയ പേജസിലും ഷെയർ ചെയ്യുകയും കുട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സുള്ള ഒരു സ്ഥാപനത്തിലാണ് ഞാനിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തതും ഞാൻ പഠിച്ചതുമായ സ്ഥാപനങ്ങളും എൻ്റെ കുടുംബവുമാണ് എൻ്റെ പിന്നിലെ ശക്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പം ബിഗ് 40 ന്യൂസിനൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.